ഈ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ എൻ്റെ പയ്യൻ അറിയാണ്ട് വീണു പോയി. ലണ്ടനിൽ ഒരു അമ്പലം ഉണ്ടത്. അത് കേൾക്കാത്ത താമസം. അമ്മ അപ്പോഴേ പറഞ്ഞേടാ മോനെ, ജന്മമാസമല്ലേ, ഒന്ന് പോയി തൊഴ്, എന്താണ് ഇപ്പോൾ കുറേ ആയില്ലേ, എന്നാൽ പിന്നെ ഞാനും ഓർത്ത്, എന്നാൽ പിന്നെ പോയി കളഞ്ഞേക്കാം, നാം പതി ദീപം പതി എന്നാണല്ലോ, എവിടെന്നെങ്കിലുമൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് ഓർത്ത് ഞാനും അങ്ങ് തയ്യാറായി അങ്ങ് ഇറങ്ങി. അമ്പലത്തിലാണേലും പോകുന്നത് UK കൂടെ ഗ്ലാസ് മുക്കിപ്പിക്കലേ. ഏത് സെറ്റല്ലേ? വാ. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഞാനാന്ന് എന്നെ അങ്ങ് പ്രഖ്യാപിച്ച് ഞാനങ്ങ് ഇറങ്ങി ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് ഗുഡാന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് ഒരുങ്ങിയത്. ഇന്ന് നമ്മൾ വേറെ വഴി കൂടിയാണ് ഗൈസ് പോകുന്നത്. ഈ ലേക്കിൻ്റെയൊക്കെ സൈഡിൽ കൂടി നേരെ പോയി വേറെ സ്റ്റേഷനിൽ ചെന്ന് കാണണം. ഇല്ല, അതൊരു സെയിലിംഗ് ബോട്ടാട്ടോ ഗൈസ്. എന്തോ പ്രാക്ടീസ് എന്തോ നടക്കാന്നാണ് തോന്നുന്നത്. രണ്ടുപേരും അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അത് കാറ്റ് കൊണ്ട് മൂവ് ചെയ്യാനാണെന്ന് തോന്നുന്നത്. എന്തായാലും ഒക്കെ ആവട്ടെ. പക്ഷേ നല്ല രസം ഉണ്ടാവില്ല. അവിടെ കുറേ ബിൽഡിങ്, ഇപ്പുറത്തെ ലേക്കിൽ അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരുടെ വ്യൂ തന്നെ ആയിരിക്കും. ഇല്ല, ആണ്ടടയിൽ ഒരു അപ്പം ഒരു പട്ടിയായിട്ട് പോകുന്നത്. ഏത് ബുൾഡോഗാണ് കേട്ടോ ഗൈസ് തോന്നുന്നത്. എന്തനുസരണയോടെ പോകുന്നത്. അയ്യോ, ഇതേതാട്ടെ ഞാൻ പറഞ്ഞ പോട്ട് ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് ഓർത്ത്. ആ പുള്ളിക്കാരി തന്നെ ഉറങ്ങുവാണ് അതിനകത്തിരുന്ന്. എന്നതാണോ കാറ്റ് കൊണ്ട് നീങ്ങുന്നുണ്ട് സാധനം. ആണ്ടടാ, അതേ നോക്കിയപ്പോൾ UK നരം നീന്തിക്കൊണ്ട് പോകണം. അവൻ നേരെ അല്ല നീന്തിയത്, അവൻ തല തിരിഞ്ഞാണ് നീന്തുന്നത്. അവൻ വരുന്നത് വേറെന്തോ ലക്ഷ്യം വെച്ചാണ് ഗൈസ്. ഏത് മൂട് നീങ്ങണില്ലേ ഇത്, എന്തോന്നിത്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഗൈസ്. പാവം കുറേ നേരമായി ഞാനത് നോക്കിയിരിക്കുകയാണ്. പിന്നെ പയ്യൻ തിരിഞ്ഞു നോക്കിയിട്ട് ആ സത്യം മനസ്സിലാക്കി, ഇതുവരെ നീങ്ങിയിട്ടില്ല. അങ്ങ് അറ്റത്താണ് പയ്യൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, നീന്തട്ടെ. ഇതേ ഗൈസ് നിറച്ച് ആപ്പിൾ ഉണ്ടാക്കി കിടക്കണ്. ഇതൊക്കെ നാട്ടിലായിരുന്ന എല്ലാവരും പറിച്ചിരുന്നു. ഇവിടെ ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ വെറുതെ കാട് കയറി പോണ്. എന്താലേ, അയ്യോ ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്ത് വീട് ഗൈസ്. ഇല്ല